Hi friends, എല്ലാവർക്കും നമസ്കാരം. ടീം ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിതിൻ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അമീൻ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ കാക്കഞ്ചേരി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് കോഴിക്കോട് തൃശ്ശൂർ ഹൈവേയിലായി കാക്കഞ്ചേരി എന്ന സ്ഥലത്ത് ഹൈവേക്ക് തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ ഒരു ഷോറൂം വരുന്നത്. നമുക്കിതിവിടെ കുറേ വണ്ടികൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഹാച്ച് ബാക്ക്, SUV സെഗ്മെൻറ്റിലുള്ള കുറേ വണ്ടികളുണ്ട്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ SUV വണ്ടികളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ SUV വണ്ടികൾ നോക്കുമ്പോൾ നമ്മൾ പുറയിൽ കാണുന്ന പോലെ എൻഡവർ, ഇന്നോവ കുറേ വണ്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡൗട്ടുണ്ടോ? ഇപ്പോൾ സ്ക്രാപ്പ് പോളിസിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരുന്നു സ്ക്രാപ്പ് പോളിസിയും കാര്യങ്ങളൊക്കെ. അതിനെപ്പറ്റിയുള്ള വ്യക്തമായൊരു ധാരണ ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. ഇപ്പോഴും 20 വർഷം കൊണ്ട് ഒരു പ്രൈവറ്റ് വാഹനം പൊളിക്കുമെന്നാണ് പറയുന്നത്. എങ്കിൽ തന്നെയും അതിന് റിപ്പയറിനുള്ള 3 ഓപ്ഷൻ കൂടി ലഭിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തമായൊരു ഡീറ്റെയിൽസ് ആർക്ക് തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്ത് തന്നെയാലും നിങ്ങൾ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വണ്ടികൾ എടുക്കുക. എന്ത് തന്നെയാലും നമ്മൾ ഉള്ള വണ്ടികൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രാപ്പേജ് പോളിസിയും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വണ്ടികൾ എടുക്കുക. നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ കൂടുതലുള്ളത് സാദിഖാണ്. സാദിഖ് നമ്മുടെ അസീസ് കയുടെ മകനാണ്, ഈ ഷോപ്പിൻ്റെ ഓണറുടെ മകനാണ്. സാദിഖ്, വെൽക്കം ടു ഷോ. നമ്മുടെ ആദ്യത്തെ വണ്ടി KL4 രജിസ്ട്രേഷനുള്ള മാരുതി സുസുക്കി വിറ്റാര ബ്രസ. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? 2016 മോഡൽ. ഓക്കെ, VDI ആണല്ലേ ഓപ്ഷൻ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 90,000 അല്ലേ? ഓക്കെ. അപ്പോൾ ഇതുവരെയുള്ള സർവീസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ? കറക്റ്റാണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ? ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്തില്ല, പാർട്ടി വണ്ടിയാണ്. ചെക്ക് ചെയ്യാം. എടുക്കുന്ന ആൾക്കും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. അതാണ് നമ്പർ. വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നീറ്റ് വണ്ടിയാണ്. VDI എന്ന് പറയുമ്പോൾ ഡീസൽ വേരിയന്റ് ആണ്. ഡീസൽ വേരിയന്റിൽ ഇതിന് മൈലേജ് ഒക്കെ എത്ര കിട്ടും ഈ ഒരു വണ്ടിക്ക്? 20 ഒക്കെ എന്തായാലും ഷുവർ ആയിട്ട് കിട്ടും മൈലേജ് കാര്യങ്ങളൊക്കെ. നോർമലി റെഗുലർ സർവീസ് ഒക്കെ കമ്പനിയിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര റേറ്റ് വരും ഏകദേശം? റെഗുലർ സർവീസിനൊക്കെ 10 രൂപ റേഞ്ചിലൊക്കെ വരും. 10 രൂപ റേഞ്ചിലൊക്കെ റെഗുലർ സർവീസിന് കമ്പനിയിൽ നിന്ന് കാണേണ്ടി വരും. എത്ര ഇപ്പോൾ ഇവിടെ ചോദിക്കുന്ന റേറ്റ്? 6,65,000. നെഗോഷ്യബിൾ ആണോ റേറ്റ്? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ലോൺ സൗകര്യം എത്രത്തോളം കിട്ടും? ലോൺ പകുതിയിലേറെ ഫുൾ ലോണിന്റെ അടുത്ത് ലോൺ കിട്ടും. ഫുള്ളിന്റെ ഒരു 90% മുകളിൽ എന്തായാലും ലോൺ കിട്ടില്ല. കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് നല്ലൊരു കസ്റ്റമർ ആണെങ്കിൽ അതിൽ കൂടുതലും കിട്ടാൻ 6 രൂപ ലോൺ കിട്ടും. 6 രൂപ വരെ ലോൺ കിട്ടും. അപ്പോൾ ഒരു 65,000 രൂപയ്ക്ക് ഇറക്കി കൊണ്ടുപോകാൻ വേണ്ടി. ടയേഴ്സ് ഒക്കെ ഇപ്പോൾ ടയേഴ്സ് ഉണ്ട്, ഒരു 70% ഒക്കെ ടയേഴ്സും കാര്യങ്ങളുണ്ട്. നീറ്റ് വണ്ടിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ അടുത്ത വണ്ടി KL10 രജിസ്ട്രേഷനുള്ള ഹോണ്ടയുടെ മൊബൈലിയോ ആണ്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? 2015 മോഡലാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. 15-16 രജിസ്റ്ററാണ് വണ്ടി. 16 രജിസ്ട്രേഷൻ ആണ്. ഏതാണ് ഫ്യൂൽ? ഏതാണ്? ഡീസൽ ആണോ? ഡീസൽ വേരിയന്റ്. ഓപ്ഷൻ ബേസ് ആണോ? ബേസ് മോഡലാണല്ലേ. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് അറിയോ? 1,00,000 കിലോമീറ്റർ ഒന്ന് ഓടിയിട്ടുണ്ട്. അപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്ത വണ്ടിയാണ്. പക്കാ നീറ്റ് വണ്ടിയാണ് അല്ലേ. ടയേഴ്സ് ഒക്കെ എവറേജേ ഉള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ. എത്ര ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത്? ഇതിന് 5,10 ചോദിക്കണേ, കുറച്ച് കൊടുക്കാം നമുക്ക്. 5,10,000 അല്ലേ. ഓക്കെ. ലോൺ സൗകര്യം എത്രത്തോളം? ലോൺ ഉണ്ട്. 4 രൂപ വരെ ലോണും കിട്ടും. 4 രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നോർമലി ഇതിന് മൈലേജ് ഒക്കെ എത്ര കിട്ടാറുണ്ട് ഈ ഒരു വണ്ടിക്ക്? ഇതൊരു 18 ആ റേഞ്ച് കിട്ടാറുണ്ട്. ഡീസൽ വേരിയന്റ് ആയതുകൊണ്ട് എന്തായാലും കിട്ടില്ല. ഓക്കെ. വേറെ അപാകതകളൊന്നും തന്നെ ഇല്ല. നീറ്റ് വണ്ടിയാണല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്ത വണ്ടി KL16 രജിസ്ട്രേഷനുള്ള ടൊയോട്ട ഇന്നോവ. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇത് G4 ആണ്. 2011 മോഡല്. 11 കേരള വണ്ടി തന്നെ അല്ലേ? ഒറിജിനൽ കേരള വണ്ടി. വേറെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല. ടയേഴ്സ് ഒക്കെ ഒരു 60% ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണോ? സർവീസ് ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ഹിസ്റ്ററി അല്ല, നോർമലി ഇതുവരെ ചെയ്ത ആൾക്കാർ എത്ര ഓണർഷിപ്പിലാണെന്നറിയോ? ഓണർഷിപ്പ് എത്രയാണെന്നറിയോ? 2 സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ. അപ്പോൾ തന്നവരെയുള്ള കറക്റ്റാണ്. പക്ക മെക്കാനിക്കലൊക്കെ ഫിറ്റായ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 1,20,000. 1,20,000 അല്ലേ. ഓക്കെ. എത്ര ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത്? ഇവിടെ ചോദിക്കുന്നത് 6,10 ചോദിക്കുന്നത്. 6,10,000. 2011 അല്ലേ? 11 മോഡൽ. ഓക്കെ. 6,10 നെഗോഷ്യബിൾ ആണോ? റേറ്റ് നെഗോഷ്യബിൾ ആണ്. ലോൺ കിട്ടുമോ 2011 ആകുമ്പോൾ? ബാങ്ക് ലോൺ ചെയ്യാൻ പറ്റും. എത്രത്തോളം കൊടുക്കാൻ പറ്റും? ഒരു 5 രൂപ വരെയൊക്കെ ലോൺ ചെയ്യാം. 5 രൂപ വരെയൊക്കെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകും. നമ്മുടെ അടുത്ത വണ്ടി KL42 രജിസ്ട്രേഷനുള്ള ടൊയോട്ടയുടെ ഇന്നോവയാണ്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇത് 2008 മോഡലാണ്. G4 ആണ് ഓപ്ഷൻ. G4 അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നറിയോ? ഇത് 1,60 ഓടി. 1,60 ഓടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്, ഒരു 80% ഉണ്ട്. പുറകിൽ എവറേജ് ടയേഴ്സ് ഒക്കെ ഉള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റ് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഇല്ല. വേറെ ഫെൻഡർ ബോണറ്റ് ഒന്നും മാറിയിട്ടില്ല.
ചെറിയ എന്തെങ്കിലും ഇതാവൂല്ലേ? ഓക്കെ. എത്ര ഇപ്പോൾ ഓണർഷിപ്പ് എന്നറിയോ? ഓണർഷിപ്പ് 2 സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത്. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇവിടെ 390 കഴിക്കുന്നത് നെഗോഷ്യബിൾ റേറ്റാണ്. 390 അല്ല, നെഗോഷ്യബിൾ. 2008 വണ്ടിയാണ്, G4, 390. ലോണ് കിട്ടാൻ ചാൻസ് ഇല്ല, പ്രൈവറ്റ് ഫിനാൻസ് എന്തെങ്കിലും കിട്ടുമോ? ഈ ഏരിയയിലുള്ളവർക്കാണെങ്കിൽ സേർട്ട് ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. സേർട്ട് ലോൺ ഈ ഏരിയയിലുള്ളവർക്ക് സേർട്ട് ലോൺ കിട്ടും. അല്ലാത്തവർ മലപ്പുറം അഡ്രസ്സിലുള്ളവർക്ക് സേർട്ട് ലോൺ നിങ്ങൾ തന്നെ ഇവരെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. നോർമലി ഇതിന് ഒരു 10-12 മൈലേജ് ഒക്കെ ഉണ്ടോ? 10-12 ആ ഒരു റേഞ്ചിലെല്ലാം ഉണ്ടാവും അല്ലേ? ഓക്കെ. നമുക്ക് അടുത്ത വണ്ടിയിൽ നമ്മുടെ അടുത്ത വണ്ടി KL 5 രജിസ്ട്രേഷനുള്ള ടൊയോട്ട ഇന്നോവയാണ്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇത് 2006 മോഡലാണ്. ആ, ഒറിജിനൽ കേരള വണ്ടിയാണ്. കേരള വണ്ടി തന്നെയാണ്. ഓക്കെ. നമ്മൾ ഇതുവരെ കണ്ടൊക്കെ കേരള വണ്ടി തന്നെയാണ്. ഓക്കെ. ഇതും കേരള വണ്ടി. ഇതും കേരള വണ്ടിയാണ്. എത്ര ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3 ആയിട്ടുണ്ടാവും. 3 ആയിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഓടി? 1,70,000. 1,70,000 അല്ലേ? ഓക്കെ. ടയേഴ്സൊക്കെ ഏവറേജ് ടയേഴ്സേ ഉള്ളൂ. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ്. ഈ സീറ്റ് കവറൊക്കെ പുതിയ ചെയ്തതാണല്ലേ? പുതിയ ചെയ്താ പാർട്ടി. ഓക്കെ. മെയിൻ ഗ്ലാസ് എന്ന് പറയുമ്പോൾ സൈഡ് ഫെൻഡർ ഇതൊന്നും മാറിയിട്ടില്ലല്ലോ? ഫെൻഡറിൽ ഇത് ടൈപ്പ് 4 ആക്കിയ വണ്ടിയല്ലേ? ഇത് ഈ മോഡൽ ചെയ്തതാ. ഈ മോഡൽ ചെയ്തതാണ്. അപ്പോൾ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ടല്ലോ? ഫ്രണ്ട് മൊത്തത്തിൽ മാറ്റിയതാ. മേജർ ആക്സിഡന്റ് ആയി മാറ്റിയതാണോ? അല്ല, ന്യൂ ടൈപ്പാണ് പോവാ. അപ്പോൾ ആക്കുന്നതാണ് ആൾക്കാർ. അത് ആക്സിഡന്റ് ആയിട്ടും മാറ്റാമല്ലോ? മാറ്റാം. അത് പുറത്തെ ന്യൂ ടൈപ്പ് ആക്കുന്നതാണിത്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേറെ അപ്പുറമുള്ള മറ്റൊന്നും കംപ്ലൈന്റ് ഒന്നും കണ്ടില്ലല്ലോ? അല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? എത്ര ഇപ്പോൾ ചോദിക്കുന്ന റേറ്റ്? ഇത് 3,20,000. 3,20,000. നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ലോൺ സൗകര്യമൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഇത് സേർട്ട് ഫിനാൻസ് ഇവർ മലപ്പുറം അഡ്രസ്സിലുള്ളവർക്ക് ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3,20,000 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആയ റേറ്റാണ്. നമുക്ക് അടുത്ത വണ്ടിയിൽ നമ്മുടെ അടുത്ത വണ്ടി KL 10 രജിസ്ട്രേഷനുള്ള മഹീന്ദ്രയുടെ സൈലോ ആണ്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇത് 2009 മോഡലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷനാണ്. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1,00,000 ഓടിയാണ്. 1,00,000 ഓടിയിട്ടുണ്ട് അല്ലേ? ടയേഴ്സൊക്കെ ഏവറേജ് ഉള്ളൂ. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് മാറി. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. മേജർ ആക്സിഡൻ്റ് ഒന്നും അല്ല എന്ന് പ്രതീക്ഷിക്കാം. വേറെ അപ്രോണിലേക്കൊന്നും വർക്ക് എടുത്തിട്ടില്ലല്ലോ? ഒന്നുമില്ല. എന്തായാലും നിങ്ങൾ വണ്ടികൾ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. വേറെ കൂടുതലൊന്നും പറയാനില്ല. പുതിയ സ്ക്രാപ്പേജ് പോളിസിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കുക. സ്ക്രാപ്പേജ് പോളിസിനെ പറ്റി ആർക്കും വ്യക്തമായിട്ടില്ല. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു, അതും ആർക്കും വ്യക്തമാകാത്ത കാര്യമാണ്. എന്തായാലും നോക്കിയതിന് ശേഷം വണ്ടികൾ എടുക്കുക. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിന് 1,98. 1,98 ചോദിക്കുന്നത്. ഒരു റൗണ്ട് ആവാത്തൊരു കണക്കാണ്. 1,98 വണ്ടികളാണ്. ചോദിക്കാൻ പറഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ റേറ്റ്? റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഈ പറഞ്ഞ വണ്ടിയൊക്കെ നെഗോഷ്യബിൾ റേറ്റാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. ഓക്കെ. ഇതിന് നോർമൽ എത്ര മൈലേജ് ഉണ്ടാവും സൈലോന്? മൈലേജ് ഒരു 10 ആ ഒരു റേഞ്ചിലാണ് കിട്ടുള്ളൂ അല്ലേ? ഓക്കെ. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ അടുത്ത വണ്ടി KL 7 രജിസ്ട്രേഷനുള്ള ഫോർഡ് എൻഡവറാണ്. കുറേ പേര് നമ്മളോട് കാണിക്കാൻ പറഞ്ഞിരുന്നു വണ്ടി. അപ്പോൾ ഇന്നൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഒറിജിനൽ കേരളയാണോ? കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണല്ലേ? എത്രയാണ് മോഡൽ? 2008. 2008 മോഡൽ. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് അറിയോ? കിലോമീറ്റർ 1,90, 2ന്റെ അടുത്തായി. 1,90 ഓടിയിട്ടുണ്ടല്ലേ? ഓക്കെ. ഈ അലോയ്സ് ഒക്കെ അഡീഷണൽ ചെയ്തായിരിക്കും? അല്ലല്ല, കമ്പനിയാണ്. കമ്പനി തന്നെയാണ്. ഈ ഒരു ഇത് തന്നെയാണ് അല്ലേ? അതെ. ടയേഴ്സൊക്കെ ഒരു 80% ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്ലാസ് ചെറുങ്ങനെ പൊട്ടുണ്ട്. മെയിൻ ഗ്ലാസ് അല്ലേ? ഓക്കെ. അത് മാറ്റാതെ വെച്ചിരിക്കുകയാണല്ലോ. ഓക്കെ. 2008 മോഡൽ. ഇത് 4 വീൽ ഡ്രൈവ് ഉണ്ടോ? ഇല്ല. 4 വീൽ ഡ്രൈവ്. ഇത് 2 വീൽ ഡ്രൈവ് ആണല്ലേ? 2 വീൽ ഡ്രൈവ് വണ്ടിയാണ്. ഓക്കെ. സർവീസ് ഹിസ്റ്ററി അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഓണർഷിപ്പ് എത്രയാണെന്ന് അറിയോ? ഓണർഷിപ്പ് 2 ആളായി. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? 2,90 അവിടെ റേറ്റ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ റേറ്റാണ്. 2,90 അല്ലേ? നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റാണ്. 2008 മോഡലാണ്. 2 വീൽ ഡ്രൈവ് വണ്ടിയാണ്. ലോൺ സൗകര്യം സേർട്ടോ ചെയ്യാം. പ്രൈവറ്റ് ഫിനാൻസും കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ? ഇല്ല. 2008 സേർട്ട് മാത്രമേ കിട്ടൂ. ഇപ്പോഴത്തെ ലൊക്കാലിറ്റി ഉള്ളവർക്ക് ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അറേഞ്ച് ചെയ്ത് വരാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തു തരിക. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്ത വണ്ടി KL 13 രജിസ്ട്രേഷനുള്ള മാരുതി സുസുക്കി ഒമ്നി അല്ലേ? ഒമ്നി. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? 2009 മോഡലാണ്. 2009 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 50 അധികം കാണിക്കുന്നത്. കിലോമീറ്റർ കറക്റ്റ് ആവില്ല. ഓക്കെ. 2009 മോഡലാണ്. ഓണർഷിപ്പ് അറിയാമോ എത്ര ഉണ്ട്? ഓണർഷിപ്പ് 2 ആളായിരുന്നു. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ടല്ലേ? ടയേഴ്സ് ഒക്കെ പുതിയാണല്ലേ? ടയേഴ്സ് ഒക്കെ ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളും എന്തെങ്കിലും? ഇല്ല. ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഇത് പെട്രോൾ മാത്രമാണോ അതോ LPG? പെട്രോൾ മാത്രമാണല്ലേ? ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 95 രൂപ ഇവിടെ ചോദിക്കുന്നത്. 95,000. 2009 മോഡലല്ലേ? ഓക്കെ. നെഗോഷ്യബിൾ റേറ്റ് ആണ്. സേർട്ട് ഫിനാൻസ് ഇതിനും കിട്ടും.
ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ളവർക്ക് ലോണ് സേർട്ട് ഫിനാൻസേ കിട്ടുള്ളൂ. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്ത വണ്ടി KL 23 രജിസ്ട്രേഷനുള്ള സുസുക്കി ഓംനി ആണ്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇത് 2006 മോഡലാണ്. LPG ഉണ്ട്, LPG പെട്രോളും ഉണ്ടല്ലോ. ഓക്കെ, എത്ര കിലോമീറ്റർ വർക്കിംഗ് ആണ്? രണ്ടും വർക്കിംഗ് ആണല്ലേ. അത്യാവശ്യം നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 79,000 കിലോമീറ്റർ ഓടിന്. 79 ഓടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ടയേഴ്സ് ഒക്കെ പുതിയതാണെന്ന് തോന്നുന്നു. 4 പുതിയ ടയേഴ്സ് ആണെന്ന് തോന്നുന്നു. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര ഇപ്പോൾ ചോദിക്കുന്ന റേറ്റ്? ഇവിടെ ചോദിക്കുന്നത് 80 റുപ്യ ചോദിക്കുന്നത്. 80 രൂപയാണല്ലോ. കുറച്ച് കൊടുക്കാം. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നല്ല സീറ്റോറും കാര്യമൊക്കെ പാർട്ടി ഓക്കെ ചെയ്തിട്ടുണ്ട്. LPG പെട്രോളും ആണ് ഓപ്ഷൻ വരുന്നത്. രണ്ടും വർക്കിംഗ് ആണ്. രണ്ടും വർക്കിംഗ് കണ്ടീഷനാണ് അല്ലേ. വേറെ AC ഇല്ലല്ലോ ഈ മോഡലൊന്നും? ഇല്ല, AC ഇല്ല. ഓക്കെ, 80,000 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആയ റേറ്റ് ആണ്. സേർട്ട് ഫിനാൻസ് നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിലുള്ളവർക്ക് ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അല്ലാത്തവർ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി KL 10 മലപ്പുറം തന്നെ രജിസ്ട്രേഷനുള്ള മഹീന്ദ്രയുടെ ജീപ്പാണ്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? ഇത് 96 മോഡലാണ്. ജീപ്പ് ഏതാണ്? DI ആണോ? DI ആണല്ലേ. ഓക്കെ, കിലോമീറ്റർ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല, അത്രയും പഴയ മോഡലാണ്. പിന്നെ ജീപ്പിന് എന്ന് വെച്ചാൽ നോർമലി അതിൻ്റെ റണ്ണിങ് കണ്ടീഷൻ മെക്കാനിക്കൽ ഇതാണ് നോക്കേണ്ടത്. മെക്കാനിക്കലൊക്കെ പെർഫെക്റ്റ് ആണല്ലേ, നല്ല കാര്യങ്ങളൊക്കെയാണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? 1.35 ഇവിടെ ചോദിക്കുന്ന റേറ്റ്. 1.35. 96 മോഡലാണ്. DI 1.35 ചോദിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നെഗോഷ്യബിൾ ആണ്. പ്രൈവറ്റ് ഇതിലാണ് ജീപ്പ് ഉള്ളത്, പ്രൈവറ്റ് ടാക്സിലാണ്. ഇപ്പോൾ ഇതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പേപ്പറുണ്ട്, പുതിയ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. റിന്യൂവലും എല്ലാം പുതിയതാണല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ വണ്ടിയായിരുന്നു. നമുക്ക് ഇത്രയും വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത് സാദിഖാണ്. സാദിഖ, താങ്ക്സ്. ടീം ടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച വണ്ടികളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വണ്ടികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഷോറൂമായി ബന്ധപ്പെടാവുന്നതാണ്. ഇവരുടെ നമ്പറും ലൊക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുമായി കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് കാണിച്ച വണ്ടികളെല്ലാം തന്നെ കുറച്ച് പഴക്കം ചെന്ന ഡീസൽ ടൈപ്പ് വണ്ടികളാണ് ഏറെയും കാണിച്ചത്. അപ്പോൾ സ്ക്രാപ്പേജ് പോളിസിയൊക്കെ കറക്റ്റ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കുക. എന്തായാലും നിങ്ങൾക്ക് നമ്മളിതൊന്ന് കാണിച്ചതാണ്. ഇത്രയും സ്റ്റോക്കുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ താല്പര്യക്കാർ ഇനിയും ഉണ്ടാവും. സ്ക്രാപ്പേജ് പോളിസിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ നോക്കാതെ എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി കൂടെ കാണിച്ചതാണ്. ഇന്ന് ഇവിടെ കുറേ ആൾക്കാർ വന്ന് വണ്ടികൾ കച്ചവടം ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു പിക്ചർ ആർക്കും ഇതുവരെ ലഭ്യമായിട്ടില്ല സ്ക്രാപ്പേജ് പോളിസി എന്താണെന്നുള്ളത്. 20 വർഷത്തിന് ശേഷം പ്രൈവറ്റ് വാഹനങ്ങൾ വീണ്ടും 3 തവണ കൂടി റിന്യൂവൽ ചെയ്യാനുള്ള അവസരം ഉണ്ടെന്നും പറയുന്നുണ്ട്. കറക്റ്റ് അറിയില്ല. എന്ത് തന്നെയായാലും നമ്മൾ അതൊക്കെ പഠിച്ചതിന് ശേഷം വണ്ടികൾ എടുക്കുന്നവർ അതൊക്കെ നോക്കിക്കൊണ്ട് മാത്രം വണ്ടികൾ എടുക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.